ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് രുചികളുടെ ലോകത്തിലേക്ക് പോകാം. അപ്പോൾ ഉച്ചയായിരിക്കുകയാണ് ഫ്രണ്ട്സ്, നല്ല വിശപ്പുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചാലോ? വെജിറ്റബിൾസ് എല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ഓണിയൻ, കുക്കുംബർ, ലെമൺ, ടൊമാറ്റോ, ചില്ലി, ഇതെല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് 3 ടൈപ്പിൽ സാലഡ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ കുക്കുംബർ മിൻറ്റ് സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല കട്ട തൈര്, പപ്പടം ഉണ്ടായിരുന്നു, കേർഡ് റൈസ് ഉണ്ട്, പിന്നെ നാരങ്ങ അച്ചാർ. പിന്നെ നമ്മൾ വെജ് കൗണ്ടറിലോട്ട് പോയേക്കാണ്. വെജ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ക്രീമി പംകിൻ സൂപ്പും ഹണി ചില്ലി പൊട്ടറ്റോ, പനീർ മട്ടർ മസാല, ഇതൊക്കെ വെജ് കൗണ്ടറാണേ. സബ്സി കോലാപൂരി. നമുക്ക് വെജ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊന്ന് വീഡിയോ എടുത്തേക്കാം. പിന്നെ ഡാൽ കറി, ഒരു സൈഡിൽ ആലു മട കൂട്ട്, പിന്നീട് ഒരു സൈഡിൽ തോരൻ, പിന്നെ സാമ്പാർ, പരിപ്പും അങ്ങനെയൊക്കെ, രസം, പരിപ്പില്ലായിരുന്നു, രസമായിരുന്നു, സാമ്പാർ, രസം, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്താണ് ഡബ്ലിംഗ് മഞ്ചൂരിയൻ, പിന്നെ വെജ് നൂഡിൽസ്, ഇത്രയാണ്. പിന്നെ ബോയിൽഡ് റൈസ്, നമ്മുടെ കേരള സ്റ്റൈല് ബോയിൽഡ് റൈസ്. അപ്പം നമ്മൾ സ്ഥിരം ഇതൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിപ്പോൾ നമ്മുടെ ഐറ്റം വന്നതിന് നോൺ വെജ് സൈഡിലോട്ട് പോയി. ഇപ്പോൾ കോസ്റ്റൽ ഫിഷ് കറിയാണ്, അതായത് നെയ്മീനായിരുന്നു. പിന്നെ പെപ്പർ ചിക്കൻ ഉണ്ടായിരുന്നു, സോയ മഞ്ചൂരിയൻ ചിക്കനോ അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നീട് സൂപ്പ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട്, സ്പ്രിംഗ് ചിക്കൻ സൂപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് നെപ്പോളിയൻ എഗ് സാലഡ്, പിന്നെ ഇത്രയേ ഉള്ളായിരുന്നു മെയിൻ കോഴ്സായിട്ടുള്ളത്. പിന്നെ അപ്പം പിന്നീട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ നെപ്പോളിയൻ എഗ് സാലഡ് എടുത്തു. അതെന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ് കട്ട് ചെയ്ത് 4ആയിട്ട് കയറി അതിനകത്ത് കുറേ വെജീസൊക്കെ ഇട്ടത്. പിന്നീട് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ജിഞ്ചർ ചിക്കൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പെപ്പർ ചിക്കനും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല എല്ലാം നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ മീൻകറി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു, പക്ഷെ അത് അടിപൊളിയായിരുന്നു. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. പിന്നെ ഇതും അടിപൊളിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ഹണി ഫ്രൈ, അത് നല്ലതാണ്. പിന്നെ ഞാൻ അത് ഇത്രയും തിന്ന് കഴിഞ്ഞ് നേരെ നൂഡിൽസിലോട്ട് വെച്ചൊടിച്ച്. നൂഡിൽസ് വെജായിരുന്നു കേട്ടോ, വേറെ നോൺ വെജ് നൂഡിൽസ് ഇല്ലായിരുന്നു. പിന്നെ ഒരു മിൻറ്റ് സാലഡ് എടുത്ത്, പിന്നെ ഹാവിയൻ സാലഡ് എടുത്ത്. ഇത് അടിപൊളിയായിരുന്നു. ഇത് ക്യാബേജും പൈനാപ്പിളും ലെറ്റസും ഒക്കെ ഇട്ട് ഒരെണ്ണമായിരുന്നു. പിന്നെ അമേരിക്കൻ ചോപ്പ് സാലഡ്, അത് എനിക്ക് അത്ര പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, ഓക്കെ ഐറ്റം ആയിരുന്നു. പിന്നെ ഗ്രീക്ക് സാലഡ്, അതിനകത്ത് തോനെ കുക്കുംബറുമായിരുന്നു, പക്ഷെ അത് കൊള്ളായിരുന്നു. നൂഡിൽസ് വെജാണേലും നല്ല അടിപൊളി നൂഡിൽസായിരുന്നു. അങ്ങനെ കുറച്ച് സാലഡും നൂഡിൽസും എല്ലാം ആയിട്ട് കഴിച്ചു. പിന്നീട് നമുക്ക് സ്വീറ്റ് സൈഡിലോട്ട് പോകാം. സ്വീറ്റ് സൈഡിലാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നതാണ്ട് പൈനാപ്പിൾ പുഡിംഗ് ഉണ്ട്, കൂടെ ബൂന്തി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, വാനില ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. ഐസ്ക്രീം നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല വലുതായിട്ട്. പിന്നെ എന്താണ്ടേ ഒരു ബ്രെഡ് വെച്ച് നമ്മുടെ മുതലേ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ട്രോബെറി മൗസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കട്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, ഷമാം ഉണ്ടായിരുന്നു, പിന്നെന്തോ വാട്ടർമെലൺ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഞാൻ അമ്മ ഭയങ്കര ഐസ്ക്രീം കുടിച്ചാണ്, അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് ഐസ്ക്രീം എടുത്തുകൊണ്ടൊന്ന് കുടിക്കും. പിന്നെ ഈ സ്വീറ്റ്സ് ഐസ്ക്രീം ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അതൊന്നും ഞാൻ തൊട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കംപ്ലീറ്റ്.